ഹായ്, എൻ്റെ പേര് ഷാജി. ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നിലവിലൊരു സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സംഭാവന, അതായത് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന, അതൊരു വലിയ തുകയൊന്നുമല്ല. ഒരു 10 രൂപയോ 20 രൂപയോ 50 രൂപയോ, അത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന, നിങ്ങളാൽ താങ്ങാൻ സാധിക്കുന്നൊരു തുക ഒരു ചെറിയൊരു സംഭാവനയായിട്ട് നൽകി കഴിഞ്ഞാൽ നമുക്കൊരു സുഹൃത്തിൻ്റെ, നമ്മുടെ ഒരു കൂടപ്പിറപ്പിൻ്റെ ജീവൻ രക്ഷിച്ച് അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുള്ളൊരു സഹായം ചോദിച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നതാണ്. ആ കൃഷിയുടെ ഡീറ്റെയിലും വീഡിയോസും ഞാൻ താഴെ ഇതിൻ്റെ കൂടെ ഒപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളാൽ കഴിയുന്നൊരു തുക, അത് വലിയൊരു തുകയൊന്നുമല്ല. നിങ്ങൾ കഴിയുന്ന 50 രൂപയോ 100 രൂപയോ 10 രൂപയോ 20 രൂപയോ, അത് ഏതായാലും അതിൻ്റേത് ആ ഒരു തുക ഒന്ന് ഈ നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് ഇത്രയും കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു കുടുംബത്തിൻ്റെ ഒരു ആശ്രയമായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. നിലവിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം അല്ലാത്തൊരു മോശം സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അമ്മയാണെങ്കിൽ നിലവിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സ്ത്രീയാണ്. നിലവിൽ അവനൊരു അനുജനുണ്ട്. അവനും ഒരാശ്രയമായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഒന്ന് അവൻ്റെ എന്താ പറയുക, ആരോഗ്യനില നഷ്ടമാവുകയും തുടർന്നുള്ള ചെക്കപ്പുകളിലൂടെ അവൻ്റെ ഒരു ക്യാൻസറിൻ്റേതായ ഒരു ബുദ്ധിമുട്ടാണെന്ന് കണ്ടെത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സകൾ നിലവിൽ നടക്കുകയാണ്. നിലവിൽ അതിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ഒരു 50 ലക്ഷത്തോളം രൂപ നിലവിൽ അയാൾക്ക് വേണ്ടി വരും. അത് താങ്ങാവുന്നൊരു കുടുംബസ്ഥിതി അല്ല അവൻ്റേത്. നമ്മളാൽ കഴിയുന്നൊരു തുക, ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ നമുക്ക് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിലവിൽ അതായത് നമ്മളെ കൊണ്ട് സാധിക്കുന്നൊരു തുക, ഒരു സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും നമ്മുടെ ജീവിതങ്ങളിലേക്ക് പലവിധമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാമെന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ദൈവം മറ്റൊരാളെ കരുതി വയ്ക്കണമെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകൾ ആരെങ്കിലും ആ ഒരു അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അന്ന് നമുക്കൊരു കൈത്താങ്ങായിട്ട് ദൈവം നമുക്ക് ഒരു കരുതലായിട്ട് കുറച്ചധികം പേരെ നമുക്ക് വേണ്ടി കരുതി വയ്ക്കും. അത്തരത്തിൽ കരുതി വയ്ക്കണമെങ്കിൽ നിലവിൽ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുമായിട്ട് ഒരാൾ കടന്നു വരുകയും അവരുടെ ജീവിതം നമ്മൾ അറിയുകയും ചെയ്യുമ്പോൾ നമ്മളാൽ കഴിയുന്നൊരു ഒരു സപ്പോർട്ട്, ഒരു സഹായം നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ കരകയറ്റുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരാളെ കരുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങളാൽ കഴിയുന്നൊരു തുക, അതിപ്പോൾ എത്ര രൂപയായാലും 10 രൂപയായാലും 20 രൂപയായാലും 50 ആയാലും 100 ആയാലും 1000 ആയാലും നിങ്ങളാൽ കഴിയുന്നൊരു തുക നൽകി സഹായിക്കാൻ ഞാൻ എല്ലാവരുമായും നിങ്ങളുടെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അഖിലിന്. പക്ഷേ 23-ാമത്തെ വയസ്സിലാണ് ക്യാൻസർ എന്ന മഹാമാരി പിടിപെടുന്നത്. കൊറോണ ബാധിച്ചിട്ടാണ് അഖിലിന്റെ അച്ഛൻ മരണപ്പെടുന്നത്. അമ്മയാണെങ്കിൽ മാനസിക രോഗി. ആകെ കൂട്ടിനുള്ളത് അനിയൻ നിഖിലാണ്. ഇവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കണ്ടെത്തേണ്ടുന്ന 50 ലക്ഷം രൂപയാണ്. സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കമാണ്. ഈ തുക കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മളെങ്ങനെയെങ്കിലും ഈ ഒരു തുക കണ്ടെത്താൻ വേണ്ടി സഹായിക്കണോ. കഴിഞ്ഞ 10 മാസത്തിലേറെയായി RCCയിലാണ് ഈ ചേട്ടനും അനിയനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷം പോയിട്ട് 50 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥ. അഖിൽ അനുഭവിച്ച വേദനകളെ പറ്റി പറയുമ്പോൾ നമുക്കും കണ്ണു നിറയും. പലരുടെയും സഹായം കൊണ്ടാണ് ഇന്ന് ഇവർ ഭക്ഷണം കഴിച്ചു പോകുന്നത് പോലും. ഒരു ഗവൺമെന്റ് ജോലി നേടണമെന്നും അമ്മയ്ക്ക് നല്ല ചികിത്സ കൊടുക്കണമെന്നും അനിയനെ പഠിപ്പിക്കണമെന്നും ഒക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇവന്റെ മുന്നിൽ. ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും 50 രൂപ വെച്ചെങ്കിലും ഇവർക്ക് ഇട്ടുകൊടുത്താൽ അത് വലിയൊരു സഹായമാവും. ഇനി പറ്റിയില്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ പണം കൊടുക്കാൻ കഴിവുള്ള മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് എത്തുന്നത് വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനെങ്കിലും ശ്രമിക്കണേ.